മാളവിക പോയിട്ട് 3 മണിക്കൂർ. ആദിത്യ ഭ്രാന്തനെ പോലെ ആയിരുന്നു. മുറി മുഴുവൻ തകർത്തു. ഫോണെടുത്ത് എല്ലാരെയും വിളിച്ചു. പോലീസ്, തൻ്റെ ബിസിനസ് പാർട്ട്ണർമാർ, ഡിറ്റക്റ്റീവ്. റിയയുടെ കള്ളം എനിക്കിന്ന് രാത്രി തന്നെ തെളിയിക്കണം. അവൻ അലറി. എൻ്റെ മാളുവിനെ എനിക്ക് തിരിച്ചു വേണം. വല്യമ്മച്ചി കരഞ്ഞുകൊണ്ട് മൂലയിലിരുന്നു. എൻ്റെ മോള്, എൻ്റെ മാളുമോള് എവിടെ പോയി മോനെ അവൾ? ആദിത്യ വല്യമ്മച്ചയുടെ കൈ പിടിച്ചു. ഞാൻ കൊണ്ടുവരും വല്യമ്മച്ചി, അവളെ ഞാൻ കൊണ്ടുവരും. പക്ഷെ അതിനു മുൻപ് ആ ചെറ്റയുടെ മുഖം മൂടി ഞാൻ വലിച്ചു കീറും. അവൻ ഫോണെടുത്തു. രാജീവ്, മുംബൈ താജ് ഹോട്ടലിൻ്റെ CCTV ഫൂട്ടേജ് ഇപ്പം തന്നെ എനിക്ക് വേണം. ആ ദിവസത്തെ മുഴുവൻ, രാത്രി 8 മണി മുതൽ രാവിലെ 6 മണി വരെ. അതേസമയം മാളവിക കുന്നംകുളം ബസ് സ്റ്റാൻഡിലിരിക്കുകയാണ്. മഴ ചാറുന്നുണ്ട്. അവളുടെ സാരി നനഞ്ഞു കുതിർന്നു. ബാഗ് മടിയിൽ വെച്ച് കണ്ണുകൾ ശൂന്യം. എങ്ങോട്ട് പോണം? അച്ഛൻ്റെ വീട്ടിലേക്ക്? ഇല്ല, അച്ഛനെ കൂടി നാണം കെടുത്താൻ വയ്യ. ആദ്യേട്ടൻ്റെ ജീവിതം ഞാൻ നശിപ്പിച്ചു. ഞാൻ കാരണം അദ്ദേഹത്തിനൊരു അപവാദം, എന്നോടുള്ള വെറുപ്പാകും റിയയ്ക്ക് പ്രശ്നം. അവളുടെ മനസ്സിൽ റിയയുടെ വാക്കുകൾ മുഴങ്ങി. നീ വെറും നേരം പോക്ക്. പാവം തോന്നിയിട്ട് ആദി കൂടെ നിർത്തിയതാണ് നിന്നെ. ശരിയാണ്, ഞാൻ ആരാ? ഒന്നുമില്ലാത്തവൾ. ആദിയേട്ടന് ഞാനൊരു ഭാരം മാത്രം. അവൾ എഴുന്നേറ്റു. ബസ് സ്റ്റാൻഡിന് പിന്നിലെ പുഴയിലേക്ക് നടന്നു. പുഴ നിറഞ്ഞൊഴുകുകയാണ്. മഴ കാരണം കുത്തൊഴുക്ക്. ഞാനില്ലാതായ എല്ലാം ശരിയാകും. ആദിയേട്ടൻ അവരെ സ്വീകരിക്കാം. തറവാടിൻ്റെ മാനം രക്ഷപ്പെടും. അവൾ പുഴയുടെ കരയിൽ നിന്നു. കണ്ണടച്ചു. ക്ഷമിക്കണം ആദിയേട്ടാ, ക്ഷമിക്കണം വല്യമ്മച്ചി. എനിക്ക് വയ്യ ഈ അപമാനം സഹിച്ച് ജീവിക്കാൻ. അവൾ ഒരു കാൽ മുന്നോട്ട് വെച്ചു. ആ സമയം തറവാട്ടിൽ രാജീവ് വീഡിയോ കോൾ ചെയ്തു. സർ, കിട്ടി. CCTV ഫുട്ടേജ് കിട്ടി. ലാപ്ടോപ്പിൽ തെളിഞ്ഞു. താജ് ഹോട്ടൽ. തീയതി ആദിത്യ മുംബൈക്ക് പോകുന്നതിൻ്റെ തലേന്ന്. സമയം രാത്രി 8:30. ആദിത്യ ഹോട്ടലിൽ കയറുന്നു ഒറ്റയ്ക്ക്. നേരെ റൂമിലേക്ക്. പിന്നെ പുറത്തിറങ്ങിയിട്ടേയില്ല. രാവിലെ 6 മണിക്ക് മീറ്റിങ്ങിന് പോകുന്നത് വരെ. നോക്ക് വല്യമ്മച്ചി, ആദിത്യ അലറി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടേയില്ല. റിയയെ കണ്ടിട്ടേയില്ല. അടുത്തത് ഡോക്ടറുടെ കോൾ. ആദിത്യയുടെ ഫാമിലി ഡോക്ടർ. സർ, ആ റിപ്പോർട്ട് വ്യാജമാണ്. ആ ഡോക്ടർ എൻ്റെ ഫ്രണ്ടാണ്. റിയ 2 ദിവസം മുൻപ് ചെന്നിരുന്നു. പൈസ കൊടുത്ത് വ്യാജ റിപ്പോർട്ട് ഉണ്ടാക്കിച്ചതാണ്. സത്യത്തിൽ അവൾ 3 മാസം ഗർഭിണിയാണ്. ആദിത്യ സാറിൻ്റെ മുംബൈ ട്രിപ്പ് കഴിഞ്ഞിട്ട് 6 ആഴ്ചയായിട്ടുള്ളൂ. ഡേറ്റ് മാച്ച് ആകുന്നില്ല. ആദിത്യയുടെ മുഷ്ടി ചുരുണ്ടു. ആരാണ് കുഞ്ഞിൻ്റെ അച്ഛൻ? റിയയുടെ പഴയ ബോയ്ഫ്രണ്ട്, വിദേശത്തുള്ളവൻ. അവൻ ഉപേക്ഷിച്ചു. അതുകൊണ്ട് സാറിനെ ട്രാപ്പ് ചെയ്യാൻ നോക്കിയതാ. ആദിത്യ ഫോൺ വലിച്ചെറിഞ്ഞു. റിയ! അവൻ വക്കീലിനെ വിളിച്ചു. കേസ് ഫയൽ ചെയ്. വിശ്വാസ വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, മാനനഷ്ടം. എൻ്റെ ഭാര്യയെ ആത്മഹത്യയുടെ വക്കിലെത്തിച്ചതിന് അറ്റംപ്റ്റ് ടു മർഡർ. അവളെ ഞാൻ അഴിക്കുള്ളിലാക്കും. പക്ഷേ ഇപ്പം അതല്ല പ്രധാനം. മാളു എവിടെ? ആദിത്യ കാറിൻ്റെ കീ എടുത്തു. മഴയത്തിറങ്ങി. മാളു എവിടെയാണെന്ന് എനിക്കറിയണം. അവൻ ആദ്യം പോയത് മാളവികയുടെ അച്ഛൻ്റെ വീട്ടിലേക്ക്. വാതിൽ തുറന്നത് അച്ഛൻ. ആദിമോനെ, എന്താ ഈ മഴയത്ത്? മാളു എവിടെ? ആദിത്യയുടെ ഹൃദയം തകർന്നു. ഇവിടെ വന്നിട്ടില്ല. അച്ഛാ, മാളു വീട് വിട്ടുപോയി. അച്ഛാ, എന്തേലും അറിയാമോ? അവൾ എവിടെയെങ്കിലും പോകാൻ സാധ്യതയുണ്ടോ? അച്ഛൻ്റെ മുഖം വിളറി. അവൾ ചെറുപ്പത്തിൽ സങ്കടം വരുമ്പോൾ പുഴക്കരയിൽ പോയി ഇരിക്കുമായിരുന്നു. കുന്നംകുളം പുഴ, ബസ് സ്റ്റാൻഡിന് പിന്നിൽ. ആദിത്യയുടെ ചോര തണുത്തു. പുഴ, മഴ, കുത്തൊഴുക്ക്? ഇല്ല, അവൻ അലറി. കാറിൽ ചാടിക്കയറി. മഴയത്ത് 120 കിലോമീറ്റർ സ്പീഡിൽ കാർ പാഞ്ഞു. ഫോണിൽ ഡ്രൈവർക്ക് വിളിച്ചു. പുഴയിലേക്ക് ആളെ വിട്. പോലീസ്, ഫയർഫോഴ്സ്, എല്ലാവരെയും. എൻ്റെ മാളുവിന് ഒന്നും പറ്റരുത്. ആ സമയം പുഴക്കരയിൽ മാളവികയുടെ കാൽ വെള്ളത്തിൽ മുട്ടി. തണുത്ത വെള്ളം. അവൾ കണ്ണടച്ചു. ആദിയേട്ടാ, അവസാനമായി ഒരിക്കൽ കൂടി കാണാൻ പറ്റിയിരുന്നെങ്കിൽ, പറയാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നുവെന്ന്. അവൾ ചാടാൻ തുടങ്ങിയതും മാളു! ഒരലർച്ച.
ഇടിമുഴക്കം പോലെ മഴയെ കീറി മുറിച്ച്. മാളവിക ഞെട്ടിത്തിരിഞ്ഞു നോക്കി. മഴയത്ത് കാറിൽ നിന്ന് ഇറങ്ങി ഓടി വരുന്നു ആദിത്യ. കണ്ണൊക്കെ ചുവന്നിരിക്കുന്നു. മുഖം മുഴുവൻ ഭയം, വേദന, സ്നേഹം. ആദിയേട്ടാ, അവളുടെ ശബ്ദം വിറച്ചു. ആദിത്യ ഓടി വന്ന് അവളെ നീക്കി വലിച്ചെറിഞ്ഞു പുഴയിൽ നിന്ന് മാറ്റി. അവൻ ദേഷ്യത്തോടെ അവളുടെ കവളിൽ ആഞ്ഞടിച്ചു. പിന്നെ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് മുറുകെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ ശരീരം മുഴുവൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്തിനാ മാളു, എന്തിനാ നീ ഇത് ചെയ്യാൻ പോയത്? അവൻ പൊട്ടിക്കരഞ്ഞു. ആദിത്യവർമ്മ കലിപ്പൻ പൊട്ടിക്കരയുന്നു. നീ പോയാ ഞാൻ എന്ത് ചെയ്യും? നീയില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? മാളവിക സ്തബ്ധയായി നിന്നു. ആദ്യേട്ടാ, ഞാൻ നിങ്ങൾക്ക് തടസ്സം. നിങ്ങളുടെ കുഞ്ഞ്. ഏത് കുഞ്ഞ്? ആദിത്യ അലറി. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. അതെൻ്റെ കുഞ്ഞല്ല മാളു. റിയ കള്ളം പറഞ്ഞതാണ്. എല്ലാം കള്ളം. CCTV ഫൂട്ടേജ് ഉണ്ട്. ഡോക്ടറെ മൊഴിയുണ്ട്. അവൾ 3 മാസം ഗർഭിണിയാണ്. ഞാൻ മുംബൈയിൽ പോയിട്ട് 6 ആഴ്ചയായുള്ളൂ. മനസ്സിലായോ? മാളവികയുടെ കണ്ണുകൾ വിടർന്നു. കള്ളവോ? ആ, കള്ളം. അവൻ അവളെ വീണ്ടും മുറുകെ കെട്ടിപ്പിടിച്ചു. നീ മാത്രമാണ് എൻ്റേത് മാളു. വേറെ ആരുമില്ല. ഒന്നുമില്ല. നീയില്ലാതെ എനിക്ക് വയ്യ. നീ ചത്ത ഞാനും ചത്തുപോകും പെണ്ണേ. അവൻ്റെ മുഖം വേദനയാൽ ചുളിഞ്ഞുപോയി. മാളവികയുടെ കണ്ണിൽ നിന്ന് ചൂടുള്ള കണ്ണീർ ഒഴുകി. ഇത്തവണ സങ്കടം കൊണ്ടല്ല, ആശ്വാസം കൊണ്ട്, സ്നേഹം കൊണ്ട്. ആദ്യേട്ടാ, അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി കരഞ്ഞു. ഞാൻ പേടിച്ചുപോയി. എനിക്ക് നിങ്ങളെ നഷ്ടപ്പെടുമെന്ന്. ഇല്ല. അവൻ അവളുടെ തലയിൽ മെല്ലെ തലോടി. ഇനി ഒരിക്കലുമില്ല. നീ എൻ്റെ ജീവനാണ്, എൻ്റെ ശ്വാസമാണ്. നീ പോയാ ഞാനില്ല. മനസ്സിലായോ? പോലീസ് ജീപ്പ് വന്നു നിന്നു. ഫയർഫോഴ്സ് വന്നു. പക്ഷേ അവർക്കൊന്നും ചെയ്യാനില്ലായിരുന്നു. കാരണം കലിപ്പൻ തൻ്റെ പൂച്ചക്കണ്ണിയെ രക്ഷിച്ചിരിക്കുന്നു മരണത്തിൻ്റെ വായിൽ നിന്ന്. ആദിത്യ അവളെ എടുത്തു. കൈകളിൽ കോരിയെടുത്തു. കാറിലേക്ക് നടന്നു. ഇനി ഒരിക്കലും എന്നെ വിട്ടു പോകരുത്. അവൻ അവളുടെ കാതിൽ മന്ത്രിച്ചു. നീയാണ് എൻ്റെ ലോകം. നീയില്ലാതെ എനിക്ക് മറ്റൊരു ലോകമില്ല. എനിക്ക് പറ്റില്ലടി. മാളവിക അവൻ്റെ കഴുത്തിൽ മുറുകെ പിടിച്ചു. അവൻ്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തി. ഇല്ല ആദിയേട്ടാ, ഇനി ഒരിക്കലുമില്ല. മരണം വരെയും ഞാൻ നിങ്ങളെ വിട്ടു പോകില്ല. മഴ അവരെ നനച്ചു. റിയയുടെ കളി അവസാനിച്ചു. സത്യം ജയിച്ചു. സ്നേഹം ജയിച്ചു. കലിപ്പനും പൂച്ചക്കണ്ണിയും വീണ്ടും ഒന്നായി. ഇത്തവണ ഒരിക്കലും പിരിയാതിരിക്കാൻ. ഒരാഴ്ച കഴിഞ്ഞു. റിയ അറസ്റ്റിലായി. വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, ആത്മഹത്യാ പ്രേരണ. വക്കീൽ തെളിവുകളെല്ലാം ഹാജരാക്കി. CCTV ഫൂട്ടേജ്, ഡോക്ടറുടെ മൊഴി, റിയയുടെ പഴയ കാമുകൻ്റെ വാട്സപ്പ് ചാറ്റുകൾ. റിയയുടെ കുഞ്ഞ് ആദിത്യയുടേതല്ലെന്ന് 100% തെളിഞ്ഞു. കോടതി റിയയ്ക്ക് ജാമ്യം പോലും നിഷേധിച്ചു. നാട്ടുകാർ മുഴുവൻ ആദിത്യയുടെ കൂടെ നിന്നു. മാധവൻ തമ്പുരാൻ്റെ മോനെതിരെ അപവാദം പറഞ്ഞുണ്ടാക്കിയവൾ. അവൾക്ക് ശിക്ഷ കിട്ടിയേ തീരൂ. പക്ഷേ തറവാട്ടിലാരും അത് ആഘോഷിച്ചില്ല. കാരണം മാളവികയുടെ മുഖത്തെ വിഷാദം ഇതുവരെ മാറിയിട്ടില്ല. ആദിത്യ അവളെ ചേർത്ത് പിടിക്കും. ഞാൻ എവിടെയും പോകില്ല മാളു. ഞാനിവിടെയുണ്ട്, നിന്റെ കൂടെ. അന്ന് രാത്രി ആദിത്യ മാളവികയുടെ മുറിയിൽ വന്നു. കയ്യിൽ ഒരു ചെറിയ പെട്ടി. മാളു, അവൻ മെല്ലെ വിളിച്ചു. അവൾ കട്ടിലിരിക്കുകയായിരുന്നു. മെലിഞ്ഞിട്ടുണ്ട്. കണ്ണുകൾക്ക് താഴെ കറുപ്പ്. ആദിയേട്ടാ. ആദിത്യ അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. മാളവിക ഞെട്ടി. ആദിയേട്ടാ, എന്താ ഇത്? എഴുന്നേക്ക്. ഇല്ല. അവൻ അവളുടെ കൈ പിടിച്ചു. മാളു, നമ്മുടെ ആദ്യത്തെ കല്യാണം അത് ശരിയായ കല്യാണമായിരുന്നില്ല. നീ സമ്മതിച്ചിട്ടല്ല, ഞാൻ സ്നേഹിച്ചിട്ടല്ല. കടം വീട്ടാൻ, ബാധ്യത തീർക്കാൻ. മാളവികയുടെ കണ്ണുകൾ നിറഞ്ഞു. ആദിയേട്ടാ. അതുകൊണ്ട് അവൻ പെട്ടി തുറന്നു. അതിൽ ഒരു താലിമാല, സ്വർണത്തിൽ തീർത്തത്. മുന്നത്തെ പോലെയല്ല. ഇതിൽ ഒരു റോസാപ്പൂ ഡിസൈൻ. നടുക്ക് ഒരു ചെറിയ വജ്രക്കല്ല്. എനിക്ക് നിന്നെ ഒരിക്കൽ കൂടി കല്യാണം കഴിക്കണം മാളു. അവൻ്റെ ശബ്ദമിടറി. ഈ തവണ കടം വീട്ടാനല്ല, ബാധ്യത തീർക്കാനല്ല. നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നതുകൊണ്ട്. നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നതുകൊണ്ട്.
നീ എൻ്റെ ലോകമാണ് എന്നതുകൊണ്ട്. മാളവികയുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീർ ഒഴുകി. ആദിയേട്ടാ, നിനക്ക് സമ്മതമാണോ മാളു? അവൻ ചോദിച്ചു. ഈ കലിപ്പൻ്റെ ഭാര്യയായി ഈ ജന്മം മുഴുവൻ എൻ്റെ കൂടെ ജീവിക്കാൻ, എൻ്റെ ദേഷ്യം സഹിക്കാൻ, എൻ്റെ സ്നേഹം ഏറ്റുവാങ്ങാൻ. മാളവിക തേങ്ങി. അവൾ തലയാട്ടി. സമ്മതമാണ് ആദിയേട്ടാ. ഈ ജന്മം മാത്രമല്ല, 7 ജന്മം വേണമെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കും. ആദിത്യ ചിരിച്ചു കണ്ണുനീരോടെ. അവൻ എഴുന്നേറ്റ് അവളെ വാരിയെടുത്തു. എങ്കിൽ നാളെ തന്നെ ഈ തറവാട്ടിൽ വെച്ച് എല്ലാവരെയും വിളിച്ച് നാട്ടുകാരെ മുഴുവൻ സാക്ഷി നിർത്തി നമ്മുടെ വിവാഹം. പിറ്റേന്ന് തറവാട് അലങ്കരിച്ചു. മുറ്റത്ത് പന്തൽ, വൈദ്യുത ദീപങ്ങൾ, ആളുകളുടെ തിരക്ക്. നാട്ടുകാർ മുഴുവൻ വന്നു. ബന്ധുക്കൾ, കൂട്ടുകാർ, പോലീസ് ഓഫീസർമാർ വരെ. അപ്പോഴാണ് ദിവ്യയും അമ്മയും കടന്നു വന്നത്. ദിവ്യ അവരെ പരിഹാസത്തോടെ നോക്കി. എന്താ ആദിയേട്ടാ, വീണ്ടും ഇങ്ങനെ ഒരു ചടങ്ങ്? ഇവൾ ബാധ്യതയല്ലെന്ന് ഞങ്ങളെ ബോധിപ്പിക്കാനാണോ ഇങ്ങനെ ഒരു പാഴ്ശ്രമം? ആദിത്യ കൈയിലേക്ക് ശക്തി ആർജിച്ചുകൊണ്ട് അവളുടെ കവിളടക്കമൊന്ന് പൊട്ടിച്ചു. ഹായ്, പടക്കം പൊട്ടിയേ! ഒരു കുഞ്ഞുകുട്ടി കൈകൊട്ടി തുള്ളിച്ചാടി. അവൻ്റെ ചുണ്ടിൽ പോലും ഒരു പുഞ്ചിരി. അവൻ ദിവ്യയുടെ നേർക്ക് തിരിഞ്ഞു. കുറച്ചായി നിനക്കിത് തരാൻ കൊണ്ടു നടക്കുക, ഇനിയും വയ്യ. പിന്നെ നീ ഇരന്നു വാങ്ങുന്നവളാണല്ലോ, സന്തോഷമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അവൻ്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നു. ഇപ്പോ ഇവിടെ നിർത്തിക്കോണം നിന്റെ നാവാട്ടം. ഇനിയും നിന്റെ തലവട്ടം ഇവിടെ കണ്ടാ അടിച്ച് നിന്റെ 32 പല്ല് ഞാൻ തെറിപ്പിക്കും. അറിയാലോ ആദിത്യേ, ഇവൾ എൻ്റെ പെണ്ണ്, എൻ്റെ പ്രാണൻ. ഇനിയും നിന്റെ ദുഷിപ്പ് തുടർന്ന കൊന്നുകളയും ഞാൻ. അവൾ അവരെ നോക്കി, പിന്നെ കരഞ്ഞുകൊണ്ട് പുറത്തേക്കോടി. കണ്ടു നിന്നവർ അവൾക്കത് ആവശ്യമാ എന്ന് പറയുന്നത് കേട്ട് ചിറ്റമ്മ തല കുനിച്ചിറങ്ങി നടന്നു. വല്യമ്മച്ചി സന്തോഷം കൊണ്ട് കരഞ്ഞു. എൻ്റെ മോൻ മാറി, ഒരുപാട് മാറി. എൻ്റെ മാളുമോള്, അവൾ കരണം. മുഹൂർത്ത സമയം. മാളവിക മണ്ഡപത്തിൽ വന്നു. കസവ് സാരി, മുല്ലപ്പൂ ചൂടി, കഴുത്തിൽ ആദിത്യ കൊടുത്ത വെള്ളിമാല, കാതിൽ റോസാപ്പൂ കമ്മൽ, നെറ്റിയിൽ ചന്ദനകുറി. അവൾ ഒരു ദേവതയെ പോലെ തോന്നി. ആദിത്യ കേരള സ്റ്റൈൽ വെഡ്ഡിംഗ് ഡ്രസ്. മുഖത്ത് ഗൗരവമില്ല, നിറഞ്ഞ ചിരി മാത്രം. പുരോഹിതൻ മന്ത്രങ്ങൾ ചൊല്ലി. ആദിത്യ താലിയെടുത്തു. മാളവികയുടെ കഴുത്തിൽ കെട്ടി. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആദിത്യ താലി കെട്ടിയത് കടം വീട്ടാനായിരുന്നു. അവൻ ഉറക്ക പറഞ്ഞു, എല്ലാരും കേൾക്കെ. ഈ താലി ഞാൻ കെട്ടുന്നത് കടം വാങ്ങാനാണ്. നിന്റെ സ്നേഹത്തിൻ്റെ കടം, ഈ ജന്മം കൊണ്ട് വീട്ടി തീർക്കാൻ പറ്റാത്ത കടം. സദസ്സ് മുഴുവൻ കൈയടിച്ചു. വല്യമ്മച്ചി കരഞ്ഞുകൊണ്ട് ചിരിച്ചു. മാളവിക അവൻ്റെ കഴുത്തിൽ മാലയിട്ടു. ആദിയേട്ടാ, ഞാൻ നിങ്ങളുടേതാണ് എന്നെന്നും. ആദിത്യ അവളുടെ നെറ്റിയിൽ കുങ്കുമം ചാർത്തി. അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. പിന്നെ അവളെ ചേർത്ത് പിടിച്ചു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണമില്ലാതെ, അഭിമാനത്തോടെ. ഇവൾ മാളവിക. അവൻ ഗർജിച്ചു. ആദിത്യവർമ്മയുടെ ഭാര്യ, എൻ്റെ ജീവൻ, എൻ്റെ ശ്വാസം, എൻ്റെ എല്ലാം. ഇനി ഇവളെ ആരെങ്കിലും ഒരു നോക്ക് തെറ്റായ അർത്ഥത്തിൽ നോക്കിയാ. അവനൊന്ന് നിർത്തി. പിന്നെ ചിരിച്ചു. ഇവൾ തന്നെ നോക്കിക്കോളും, എൻ്റെ ദുർഗയാണിവൾ. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. രാത്രി എല്ലാവരും പോയി. വീട് നിശബ്ദം. മാളവിക മുറിയിലിരിക്കുകയായിരുന്നു. കഴുത്തിലെ പുതിയ താലിമാലയിൽ തൊട്ടുനോക്കി. ഇത് സ്വപ്നമല്ല, സത്യമാണ്. ആദിത്യ കതക് തുറന്നു വന്നു, കയ്യിൽ പാലും പഴവുമായി. എൻ്റെ ഭാര്യയ്ക്ക്, അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു. മാളവികയുടെ മുഖം ചുവന്നുപോയി. ആദിയേട്ടാ. അവൻ അടുത്തു വന്നിരുന്നു. എന്താ മാളു, സന്തോഷമായില്ലേ? അവൾ തലയാട്ടി. പിന്നെ പതിയെ പറഞ്ഞു, ആദിയേട്ടാ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ? അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. മാളവികയുടെ കണ്ണുകൾ നിറഞ്ഞു. ചുണ്ടിൽ ഒരു നാണം കലർന്ന ചിരി. അവൾ അവൻ്റെ കൈയെടുത്ത് തൻ്റെ വയറ്റിൽ വെച്ചു. ഇവിടെ ഒരാളുണ്ട് ആദിയേട്ടാ. അവൾ മന്ത്രിച്ചു. നമ്മുടെ കുഞ്ഞ്. ആദിത്യയുടെ ലോകം തന്നെ നിന്നുപോയി. എന്ത്? സത്യ. അവൾ കരഞ്ഞു ചിരിച്ചു. റിയയുടെ ബഹളം കാരണം പറയാൻ പറ്റിയില്ല. ആദിത്യയുടെ കണ്ണുകൾ വിടർന്നു. അവൻ്റെ കൈ വിറച്ചു. അവൻ പതിയെ അവളുടെ വയറ്റിൽ ചെവി ചേർത്തു. സത്യമാണോ മാളു?
നമ്മുടെ നമ്മുടെ കുഞ്ഞോ? അവൻ്റെ ശബ്ദമിടറി. ആദിയേട്ടാ, അവൾ അവൻ്റെ തലയിൽ തലോടി. നമ്മുടെ കലിപ്പക്കുട്ടി, അല്ലെങ്കിൽ പൂച്ചക്കുട്ടി. ആദിത്യ പൊട്ടിക്കരഞ്ഞു സന്തോഷം കൊണ്ട്. അവൻ അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. മാളു, മാളു, ഞാൻ അച്ഛനാവാൻ പോവാണോ? അവൾ അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും നല്ല അച്ഛനാകും ആദിയേട്ടാ. ആദിത്യ അവളുടെ നെറ്റിയിലും കവിളിലും മാറി മാറി ചുംബിച്ചു. താങ്ക്സ് മാളു, എനിക്കെല്ലാം തന്നതിന്, ജീവിതം തന്നതിന്, സ്നേഹം തന്നതിന്, ഇപ്പോൾ ഒരു കുഞ്ഞിനെയും. അവൻ അവളെ ചേർത്ത് പിടിച്ചു കിടന്നു. അവളുടെ വയറ്റിൽ കൈവച്ചു. മോനായാലും മോളായാലും അവൻ മന്ത്രിച്ചു. അവൻ അല്ലെങ്കിൽ അവൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും. അവൻ്റെ അമ്മ ലോകത്തിലെ ഏറ്റവും ധൈര്യമുള്ള പെണ്ണാണ്, എൻ്റെ ദുർഗയാണെന്ന്. അവളുടെ സ്നേഹം കൊണ്ടാണ് അവൻ്റെ അച്ഛൻ രക്ഷപ്പെട്ടതെന്ന്. പുറത്ത് നിലാവ് പരന്നു. മുറിക്കുള്ളിൽ 3 ഹൃദയങ്ങൾ ഒന്നായി മിടിച്ചു. തറവാട് മുഴുവൻ സന്തോഷമാണ്. മാളവികയുടെ വയറിപ്പോൾ നന്നായി കാണാം. 5-ാം മാസമായി. അവൾക്കിപ്പോൾ മോർണിംഗ് സിക്നസ് ഒന്നുമില്ല. ആദിത്യ ആകെ മാറി. കലിപ്പ് ഒരു 90% കുറഞ്ഞു. ഇപ്പോൾ അവൻ തറവാട്ടിലെ അമ്മയാണ്. മാളവിൻ്റെ ആഹാരമെല്ലാം ടൈമിന് കൊടുക്കും. രാത്രി അവളുടെ കാൽ തിരുമ്മി കൊടുക്കും. വല്യമ്മച്ചി പറയും, എൻ്റെ കലിപ്പൻ എവിടെ പോയി, ഇതിപ്പോൾ പൂച്ചക്കുട്ടി ആയല്ലോ എന്ന്. റിയ ജയിലിൽ തന്നെ. കേസ് നടക്കുന്നുണ്ട്. അവളുടെ അച്ഛൻ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ തെളിവുകൾ സ്ട്രോങ് ആയതുകൊണ്ട് കോടതി ജാമ്യം അനുവദിച്ചില്ല. എല്ലാം ശാന്തം. പക്ഷേ ശാന്തതയ്ക്ക് മുൻപുള്ള കൊടുങ്കാറ്റാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അന്നുച്ചയ്ക്ക് മാളവിക തറവാട്ടിലെ തിണ്ണയിലിരുന്ന് മുല്ലപ്പൂ കിട്ടുകയായിരുന്നു. വയറിൽ മെല്ലെ തലോടുന്നുണ്ട്. കുട്ടാ, നിന്റെ അച്ഛൻ എവിടെ പോയി? തോട്ടത്തിലാവും, മാങ്ങ പറിക്കാൻ പോയതാ, അവൾ വയറ്റിലെ കുഞ്ഞിനോട് പറഞ്ഞു. അപ്പോഴാണ് ഒരു കാറ് വന്ന് നിന്നത്. ബ്ലാക്ക് ഇന്നോവ. അതിൽ നിന്ന് ഒരാളിറങ്ങി. 50 വയസ്സ് തോന്നിക്കും. മുഖത്ത് ഒരു മുറിപ്പാട്, കണ്ണിൽ തണുത്ത ഭാവം, കൂടെ 2 ഗുണ്ടകളും. മാളവിക എഴുന്നേക്കാൻ നോക്കി. പക്ഷേ വയർ വലുതായതുകൊണ്ട് പെട്ടെന്ന് പറ്റിയില്ല. നീയാണോ മാളവിക? അയാൾ ചോദിച്ചു. ശബ്ദം പരിക്കൻ. അതെ, ആരാ? മാളവികയുടെ നെഞ്ച് പടപടാ ഇടിച്ചു. ഞാൻ രാജശേഖരൻ. അയാൾ ചിരിച്ചു. പക്ഷേ ചിരിയിൽ വന്യത. റിയയുടെ അച്ഛൻ. മാളവികയുടെ ചോര തണുത്തു. എന്താ കാര്യം? ഒരു കാര്യവുമില്ല മോളെ. അയാൾ തിണ്ണയിലേക്ക് കയറി വന്നു. എൻ്റെ മോൾ ജയിലിൽ കിടക്കുന്നു. അതിന് കാരണം നീയും നിന്റെ കെട്ടിയോനും. അതുകൊണ്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ വന്നതാ. ബന്ധം? എന്ത് ബന്ധം? മാളവിക പിന്നോട്ട് നീങ്ങി. അതെ, രാജശേഖരൻ അവളുടെ വയറ്റിലേക്ക് നോക്കി. കേട്ടു നീ ഗർഭിണിയാണെന്ന്. നിന്റെ വയറ്റിൽ വളരുന്നത് ആദിത്യവർമ്മയുടെ കുഞ്ഞ്, മാധവൻ തമ്പുരാൻ്റെ പിന്തുടർച്ചക്കാരൻ. അയാളൊന്ന് നിർത്തി. പിന്നെ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു, ആ കുഞ്ഞ് ജനിക്കണമെങ്കിൽ റിയയെ ജയിലിൽ നിന്നിറക്കണം. നീയും ആദിത്യയും കേസ് പിൻവലിക്കണം. മൊഴി മാറ്റി പറയണം റിയ നിരപരാധിയാണെന്ന്. മാളവികയുടെ കണ്ണിൽ തീ പാറി. നടക്കില്ല, ഒരിക്കലും നടക്കില്ല. നിങ്ങളുടെ മോൾ ചെയ്തതെന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? അവൾ ഞങ്ങളുടെ ജീവിതം വെച്ചാ കളിച്ചത്. ഓഹോ, രാജശേഖരൻ ചിരിച്ചു. എന്നാ നിന്റെ വയറ്റിലെ കുഞ്ഞിനെ കൊല്ലാൻ എനിക്കൊരു മടിയുമില്ല. ഒരു ഫോൺ കോൾ മതി. ആദിത്യ ഇന്ന് രാത്രി വീട്ടിൽ വരില്ല. അയാൾ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. വേണോ? മാളവികയുടെ കൈകൾ വിറച്ചു. അവൾ വയർ മുറുകെ പിടിച്ചു. അതേട്ടാ. അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. അതേസമയം തോട്ടത്തിൽ ആദിത്യ മാവിൽ കയറി മാങ്ങ പറിക്കുകയായിരുന്നു. മാളവിന് വേണ്ടി. പെട്ടെന്ന് അവൻ്റെ ഫോൺ റിങ് ചെയ്തു. അൺനൗൺ നമ്പർ. ഹലോ, ആദിത്യവർമ്മയല്ലേ? ഒരു പരുക്കൻ ശബ്ദം. നിന്റെ ഭാര്യ ഇപ്പോൾ ഞങ്ങളുടെ കൂടെയുണ്ട്, തറവാട്ടിൽ. അവളുടെ വയറ്റിലെ കുഞ്ഞും. ആദിത്യയുടെ കയ്യിലെ മാങ്ങ താഴെ വീണു. ആരാടാ നീ? ഞാൻ രാജശേഖരൻ, റിയയുടെ അച്ഛൻ. നീ ഇപ്പോൾ ഒറ്റയ്ക്ക് നഗരത്തിലെ പഴയ മില്ലിൽ വരണം. പോലീസിനെ അറിയിച്ചാ നിന്റെ ഭാര്യയുടെ ഒരു വീഡിയോ നിനക്ക് അയച്ചു തരും. പിന്നെ നീ കാണുന്നത് 2 ശവമായിരിക്കും. ഫോൺ കട്ടായി. ആദിത്യയുടെ കണ്ണുകൾ ചുവന്നു.
കലിപ്പൻ തിരിച്ചു വന്നു. കുറച്ചു മാസമായി ഉറങ്ങിക്കിടന്ന കലിപ്പൻ. അവൻ മാവിൽ നിന്ന് ചാടിയിറങ്ങി ബൈക്കെടുത്തു. പക്ഷെ പോകുന്നതിന് മുമ്പ് അവൻ വല്യമ്മച്ചിയെ വിളിച്ചു. വല്യമ്മച്ചി, മാളു എവിടെ? തിണ്ണയിലുണ്ട് മോനെ. എന്താ? ഡോറടച്ചിരിക്കാൻ പറ. ആര് വന്നാലും തുറക്കരുത്. ഞാൻ വരുന്നത് വരെ. മാളുവിൻ്റെ ഫോണെടുത്ത് സ്വിച്ച് ഓഫ് ആക്കാൻ പറ. എന്താ മോനെ, എന്ത് പറ്റി? പിന്നെ പറയാം. അവൻ ഫോൺ കട്ട് ചെയ്തു. ബൈക്ക് ഫുൾ സ്പീഡിൽ പറന്നു. രാജശേഖരൻ ഫോൺ കട്ട് ചെയ്തു. നിന്റെ കെട്ടിയോൻ വരുന്നുണ്ട്, പക്ഷെ അവൻ തിരിച്ചു പോകുമോ എന്നെനിക്കറിയില്ല. മാളവികയുടെ കണ്ണിൽ പേടിയില്ല, പകരം ദേഷ്യമാണ്. ആദിത്യയുടെ ദേഷ്യം. എൻ്റെ ആദിയേട്ടനെ നിങ്ങൾക്കറിയില്ല, അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. അദ്ദേഹം വരും, നിങ്ങളെ എല്ലാം തീർക്കും. പക്ഷെ ഒരു കാര്യം, എൻ്റെ കുഞ്ഞിൻ്റെ ഒരു രോമത്തിന് എന്തേലും പറ്റിയാ ഞാൻ നിങ്ങളെ കൊല്ലും. ഞാൻ മാളവിക, ആദിത്യവർമ്മയുടെ ദുർഗ. രാജശേഖരൻ ഒന്ന് ഞെട്ടി. ഈ പെൺകുട്ടിയുടെ ധൈര്യം കൊള്ളാം, അയാൾ പറഞ്ഞു. പക്ഷെ ധൈര്യം കൊണ്ട് ജീവൻ രക്ഷിക്കാൻ പറ്റില്ല മോളെ. അയാൾ ഗുണ്ടകൾക്ക് ആംഗ്യം കാണിച്ചു. പിടിച്ചോണ്ട് പോ മില്ലിലേക്ക്. ആദിത്യ വരുമ്പോ അവൻ്റെ മുന്നിൽ വെച്ച്. ഡാ! ഒരലർച്ച. മിന്നൽ പോലെ ഒരു ബൈക്ക് വന്നു നിന്നു. അതിൽ നിന്ന് ആദിത്യ ചാടിയിറങ്ങി. അവൻ്റെ കണ്ണുകൾ ചുവന്നിരുന്നു. കയ്യിൽ ഒരു ഇരുമ്പ് പൈപ്പ്, മുഖത്ത് കലിപ്പ്. എൻ്റെ ഭാര്യയുടെ മേൽ കൈവച്ചവൻ്റെ കൈ ഞാൻ വെട്ടും, അവൻ അലറി. ഫൈറ്റ് തുടങ്ങി. ആദിത്യ ഒറ്റയാൻ, അങ്ങോട്ട് 5 പേർ. പക്ഷെ ആദിത്യയുടെ മനസ്സിൽ മാളുവും വയറ്റിലെ കുഞ്ഞും മാത്രം. ഒന്നാം ഗുണ്ടയുടെ കൈ ഒടിച്ചു, രണ്ടാമൻ്റെ തല പൊട്ടിച്ചു, മൂന്നാമൻ ഓടി. രാജശേഖരൻ ഞെട്ടി. ഇവനെന്താ, മനുഷ്യൻ തന്നെയാണോ അതോ മൃഗമോ? ആദിത്യ രാജശേഖരൻ്റെ കോളറിൽ പിടിച്ചു. എൻ്റെ കുടുംബത്തിൻ്റെ നേരെ തിരിഞ്ഞ ഞാൻ ദൈവത്തെ പോലും വെറുതെ വിടില്ല. പിന്നെയല്ലേ നീയൊക്കെ? അവൻ പൈപ്പ് ഉയർത്തി. അപ്പോഴാണ് മാളവിക ഓടി വന്നത്. ഹതിയേട്ടാ, വേണ്ട, അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു. നമ്മുടെ കുഞ്ഞിനെ ഓർത്ത് കൊലപാതകയാകരുത്. പോലീസ് വരുന്നുണ്ട്. ഞാൻ വല്യമ്മച്ചിയോട് വിളിക്കാൻ പറഞ്ഞിരുന്നു. ആദിത്യയുടെ കൈ വിറച്ചു. അവൻ മാളുവിനെ നോക്കി. അവളുടെ കണ്ണുനീർ, അവളുടെ വീർത്ത വയർ. അവൻ പൈപ്പ് താഴെയിട്ടു. രാജശേഖരനെ തള്ളി മാറ്റി. നിന്റെ ഭാഗ്യം എൻ്റെ ഭാര്യ പറഞ്ഞതുകൊണ്ട്, ഇല്ലെങ്കിൽ ഇന്ന് നീ തീർന്നേനെ. പോലീസ് വണ്ടിയുടെ സൈറൻ കേട്ടു. രാജശേഖരനും ബാക്കി ഗുണ്ടകളും ഓടാൻ നോക്കി. പക്ഷെ നാട്ടുകാർ വളഞ്ഞു. ആ രാത്രി ഹോസ്പിറ്റൽ. മാളവികയെ ചെക്ക് ചെയ്തു. കുഞ്ഞിന് കുഴപ്പമില്ല, പക്ഷെ BP കൂടുതലാണ്, റെസ്റ്റ് വേണം. ആദിത്യ അവളുടെ കട്ടിലിൻ്റെ അരികെ ഇരിക്കുന്നു. അവളുടെ കൈ പിടിച്ച്. സോറി മാളു. അവൻ്റെ ശബ്ദമിടറി. ഞാൻ വരാൻ ലേറ്റായി, നിനക്ക് പേടിയായില്ലേ? മാളവിക ചിരിച്ചു, ക്ഷീണിച്ച ചിരി. ഇല്ല ആദിയേട്ടാ, കാരണം എനിക്കറിയാം എൻ്റെ ആദിയേട്ടൻ വരുമെന്ന്. എവിടെ ആയിരുന്നാലും എന്ത് സംഭവിച്ചാലും എനിക്കും നമ്മുടെ കുഞ്ഞിനും വേണ്ടി. അവൾ അവൻ്റെ കൈയെടുത്ത് വയറ്റിൽ വച്ചു. നോക്ക്, കുഞ്ഞ് ചവിട്ടുന്നു. അവനും പറയുന്നു, എൻ്റെ അച്ഛൻ ഹീറോ ആണെന്ന്. ആദിത്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ കുനിഞ്ഞ് അവളുടെ വയറ്റിൽ ചുംബിച്ചു. സോറി കുട്ടാ, അച്ഛൻ ഇനി നിന്നെ വിട്ട് എങ്ങോട്ടും പോയില്ല, നിന്റെ അമ്മയെയും, പ്രോമിസ്. ആദിയേട്ടാ, മാളവിക പതിയെ പറഞ്ഞു. നമുക്ക് അവനെന്താ പേരിടേണ്ടത് മോനായ? ആദിത്യ ചിരിച്ചു. പിന്നെ പറഞ്ഞു, മാധവൻ, എൻ്റെ അച്ഛൻ്റെ പേര്. അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ധീരനായി അവൻ വളരട്ടെ. മോളായാലോ? അവൻ ആലോചിച്ചു. ആദിലക്ഷ്മി. അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അവളും ധൈര്യമുള്ളവളായി വളരട്ടെ, അവളുടെ അമ്മയെപ്പോലെ. മാളവിക കരഞ്ഞു, സന്തോഷം കൊണ്ട്. ശരി ആദിയേട്ടാ, മാധവൻ അല്ലെങ്കിൽ ആദിലക്ഷ്മി. മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം രാവിലെ മാളുവിന് പെയിൻ തുടങ്ങി. അവൾ കാറി വിളിച്ചു. വല്യമ്മച്ചിയും ആദിയും പേടിച്ചു പോയി. അവളുടെ കാലിലൂടെ ബ്ലഡും ഫ്ലൂയിഡും ഒഴുകിയിറങ്ങി. കലിപ്പൻ ടെൻഷൻ കൊണ്ട് വല്ലാതെ നിൽക്കുന്നു. മോനെ ആദി! അവന് ബോധം നശിച്ചതുപോലെ. ഒരു നിമിഷം അവൻ റിയാലിറ്റിയിലേക്ക്. ഒറ്റ ഓട്ടത്തിന് അവളുടെ അരികിലേക്ക്. പിന്നെ അവളെയും എടുത്ത് ഹോസ്പിറ്റലിലേക്ക്. പേടിയും വേദനയും അവളെ ഓർത്തുള്ള ആദിയും കൊണ്ട് അവൻ ആകെ വല്ലാണ്ടായി. അവൻ്റെ കണ്ണുകൾ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ തറഞ്ഞു നിന്നു. നിമിഷങ്ങൾക്കകം നഴ്സ് ഓടി വന്ന് പറഞ്ഞു, ആൺകുട്ടി 3.2 കിലോ, ആളച്ഛനെ പോലെ തന്നെ മിടുക്കനായിട്ടിരിക്കുന്നു. ആദിത്യയുടെ കാലുകൾ കുഴഞ്ഞു. അവൻ ചുമരിൽ ചാരി നിന്നു.
വല്യമ്മച്ചി അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മോനെ, നീ അച്ഛനായി. മാധവൻ തമ്പുരാന്റെ കലിപ്പൻ മോൻ അച്ഛനായി. അകത്ത് മാളവിക ക്ഷീണിച്ച് കിടക്കുന്നു. പക്ഷെ മുഖത്ത് ലോകം കീഴടക്കിയ സന്തോഷം. അവളുടെ മാറിൽ ഒരു ചെറിയ കുഞ്ഞ്. ആദിത്യയുടെ കുഞ്ഞ്, അവരുടെ കുഞ്ഞ്. ആദിത്യ പതിയെ അകത്തേക്ക് വന്നു. അവൻ്റെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കലിപ്പൻ ആദിത്യവർമ്മ വിറയ്ക്കുന്നു. ഒരു കുഞ്ഞിനെ കണ്ട്, തൻ്റെ രക്തത്തെ കണ്ട്. മാളവിക ചിരിച്ചു. വാ ആദിയേട്ടാ, നമ്മുടെ മാധവനെ കാണണ്ടേ. ആദിത്യ വിറയ്ക്കുന്ന കൈകളോടെ കുഞ്ഞിനെ എടുത്തു. വളരെ പതിയെ, പഞ്ഞിക്കെട്ടെടുക്കുന്നത് പോലെ. കുഞ്ഞൊന്ന് കണ്ണു തുറന്നു ആദിത്യയെ നോക്കി. പിന്നെ ചുണ്ടൊന്ന് കൂട്ടിച്ചിരിച്ചു. ആദിത്യയുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീർ ഒഴുകി. മാളു, ഇവൻ എന്നെ നോക്കി ചിരിക്കുന്നു. അതെ ആദിയേട്ടാ. മാളവിക മെല്ലെ എണീറ്റു. അവൻ്റെ തോളിൽ തലചായ്ച്ചു. അവനറിയാം അവൻ്റെ അച്ഛൻ ലോകത്തിലെ ഏറ്റവും വലിയ കലിപ്പനാണെന്ന്. പക്ഷേ അവൻ്റെ അമ്മയുടെ മുന്നിൽ മാത്രം പൂച്ചക്കുട്ടിയാണെന്ന്. ആദിത്യ ചിരിച്ചു, കരഞ്ഞു. അവൻ കുഞ്ഞിൻ്റെ നെറ്റിയിൽ മെല്ലെ ചുംബിച്ചു. മാധവൻ. മാധുമോനെ, അച്ഛൻ നിനക്കൊരു വാക്ക് തരുന്നു. നിന്റെ അമ്മയെ ഞാൻ നോക്കിയതുപോലെ എൻ്റെ ജീവൻ കൊടുത്തും ഞാൻ നിന്നെ നോക്കും. നീയും നിന്റെ അമ്മയുമാണ് എൻ്റെ ലോകം. അതെ, ഈ കലിപ്പൻ്റെ ലോകം അവൻ്റെ പൂച്ചക്കണ്ണിയും അവൻ്റെ രക്തത്തിൽ പിറന്ന മാധുവുമാണ്. കൂടെ അവൻ്റെ അമ്മയായ വല്യമ്മച്ചിയും. അവരിനി അവരുടെ ലോകത്തിൽ സന്തോഷമായി ജീവിക്കട്ടെ, അല്ലേ? അവസാനിച്ചു.